ഈ കോളിഫ്ലവർ പൊട്ടറ്റോ കറി കണ്ടാൽ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. മല്ലിയിലേക്ക് ഇട്ട് കഴിക്കാൻ നല്ല രസമാണ്. ഇത് എളുപ്പമാണ് തയ്യാറാക്കാനും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഞാൻ അതിനു വേണ്ടി ഇതിനകത്ത് എന്താ പറയുക, ഒരു 300 ഗ്രാം കോളിഫ്ലവർ കാണും. അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പൊട്ടറ്റോ ഇവിടെ ഒരു ചെറിയ പൊട്ടറ്റോ ആയതുകൊണ്ട് ഒരു 4-5 ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 250 ഗ്രാം പൊട്ടറ്റോ എടുക്കാം. നല്ല എന്താ പറയുക, നല്ല കൊഴുപ്പായിട്ടിരിക്കും ഈ കറി. അപ്പോൾ ഇത് നന്നായിട്ട് വേവിച്ച് തൊലിയെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. നമ്മളൊരു പാനിൽ ഒരല്പം 2 സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് കേട്ടോ ഇങ്ങനത്തെ കറി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. ആ കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ 2 മീഡിയം സൈസ് സവോള അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവോള ഒന്ന് കളറൊന്ന് പതുക്കെ ഒന്ന് മാറി വരണം കേട്ടോ. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ 1 സ്പൂണോ ഒരു 1.5 സ്പൂണോ ഒക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ 2 തക്കാളി, ഒരു വലിയ തക്കാളി ആണെങ്കിൽ 1 മതി. ചെറിയ തക്കാളി ആണെങ്കിൽ 2 നല്ല പഴുത്ത തക്കാളി എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഒരു ഏകദേശം എൻ്റെ കളറൊക്കെ ഒന്ന് മാറിത്തരം കിട്ടുന്നുണ്ട് സവോളയുടെ. അപ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ ഈ തക്കാളി നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരണം കേട്ടോ. അപ്പോൾ ഒത്തിരി ഇളക്കിയിട്ട് ഇനി നമുക്കൊരല്പം ഉപ്പും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിന്ന് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് നേരം അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. തീ ഒന്ന് കുറച്ചിടണേ. നോൺ സ്റ്റിക്ക് പാത്രം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ അങ്ങനെ ചൂട്ടി പിടിക്കില്ല. ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. തക്കാളിയൊക്കെ പതുക്കെ സോഫ്റ്റായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത്തിരി കൂടി ആയിക്കോട്ടെ. നന്നായി തക്കാളി സവാളയായിട്ടൊന്ന് മിക്സ് ആവണം. അപ്പോൾ നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല കറിയാണ്. അപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണ്, 1/2 സ്പൂണ്. പിന്നെ നമ്മൾ മല്ലിപ്പൊടി ഒരു 1-1.5 സ്പൂൺ ഇട്ട് കൊടുക്കാം, കുഴപ്പമില്ല. പിന്നെ മുളക് പൊടി അവനവൻ്റെ എരിവിൻ്റെ അനുസരിച്ച് ഞാൻ ഒരു ചെറിയ സ്പൂൺ 1 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇത് പെരുംജീരകത്തിൻ്റെ പൊടിയാണ്, വലിയ ജീരകം. പിന്നെ ഗരം മസാലയും 1/2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെയൊക്കെ ഒന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ആ കോളിഫ്ലവർ ഒന്ന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. കോളിഫ്ലവർ നന്നായിട്ട് ഇനിയൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ കമൻറ്റുകളും തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കണം. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു കറിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം. കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ്, കോളിഫ്ലവറിന് അത്യാവശ്യം വേവുണ്ട്. ഇതൊട്ടും നമ്മൾ നേരത്തെ കുക്ക് ചെയ്തതല്ല. അപ്പോൾ 5 മിനിറ്റ്, 5 മുതൽ 7 മിനിറ്റ് വരെ ഇതൊന്ന് വെന്തോട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒന്ന് പതുക്കെ നന്നായി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ആ മസാലയൊക്കെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നന്നായി യോജിപ്പിക്കുക. ഇനി നമ്മൾ വെന്തിട്ടില്ലെങ്കിൽ 1-2 മിനിറ്റും കൂടെ വയ്ക്കുക. വെന്തെങ്കിൽ കുഴപ്പമില്ല. ഇനി നമ്മൾ സ്മാഷ് ചെയ്തിരിക്കുന്ന പൊട്ടറ്റോ ഇല്ലേ, നമ്മൾ സ്മാഷ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ പുഴുങ്ങിയ പൊട്ടറ്റോ, ഉരുളക്കിഴങ്ങ്. അപ്പോൾ അതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ചൂടുവെള്ളമാണ്. പച്ചവെള്ളം ഒഴിക്കരുത്. നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് ചേർക്കുക. 1 കപ്പ് മതിയെങ്കിൽ അത്രയും, ഇല്ലെങ്കിൽ നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് ഇത്തിരി കൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇപ്പം നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, വളരെ എണ്ണയൊന്നും അധികം വേണ്ട. വേഗം നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു കറിയാണിത്.
അപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എൻ്റെ കമൻറ്റും കൂടെ ഒന്ന് അറിയിക്കണേ. ഇത്തിരിയുടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തീയൊക്കെ നന്നായിട്ട് കുറച്ചിടുക. ഇനി ഒന്നും കൂടെ നന്നായിട്ട് കറി തിളയ്ക്കട്ടെ. തിളച്ച് കഴിയുമ്പോൾ ഇത്തിരി മല്ലിയില അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഈ കറി സെർവ് ചെയ്യാവുന്നതാണ്. അപ്പത്തിൻ്റെയോ ചോറിൻ്റെയോ ഒക്കെ കൂടെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ ഈ കറി. ഇതാ മല്ലിയിലയൊക്കെ വിതറി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് ഡോട്ടർ ഹന മോള് ഇതാ ഒരു ബ്രെഡ് കഷ്ണമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് കറിയും കൂട്ടി അവൾ കഴിക്കാൻ പോവാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.